അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൻ അബ്ദുർറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അന്നഹു സമിഅ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കേട്ടു. അത് അദ്ദേഹം പഠിപ്പിച്ചു തരുന്നു. ഖാലല്ലാഹു അസ്സ വജൽ, അല്ലാഹു തആല പറഞ്ഞു. അപ്പോൾ ഖുദ്സിയായ ഹദീസാണ്. അനർ റഹ്മാൻ, ഞാൻ റഹ്മാനാണ്. അള്ളാഹുവിനെ കുറിച്ച് പറയുകയാണ്. അനർ റഹ്മാൻ, ഞാൻ റഹ്മാനാണ്, ഞാൻ പരമകാരുണികനാണ്. വഅന ഖലഖ്തുർ റഹിം, ഞാനാണ് കുടുംബ ബന്ധങ്ങളെ സൃഷ്ടിച്ചവൻ. ഈ ലോകത്തുള്ള എല്ലാം സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. മനുഷ്യന്റെ പ്രവർത്തനങ്ങളെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അത് അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ അഖീദയാണ്. ഈ ലോകത്ത് നമ്മൾ കാണുന്നതും കാണാത്തതും ചലിക്കുന്നതും ചലിക്കാത്തതും വലുതും ചെറുതുമായി എന്തെല്ലാം ഉണ്ടോ എല്ലാറ്റിൻ്റെയും അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ് അള്ളാഹുവാണ്. അപ്പോൾ കുടുംബബന്ധം എന്ന ഒന്ന് ഉണ്ട്, അതും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. വഅന ഖലഖ്തുർ റഹിം, ഞാനാണ് കുടുംബ ബന്ധത്തെ സൃഷ്ടിച്ചത്. വഷ്തഖഖ്തു ലഹാ മിൻ ഇസ്മി, എൻ്റെ പേരിൽ നിന്നാണ് ഞാൻ അതിന് പേര് നൽകിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പേര് റഹ്മാൻ എന്നാണ്. അള്ളാഹുവിൻ്റെ പേരിൽപ്പെട്ടതാണ് റഹ്മാനും റഹീമും ഒക്കെ. അപ്പോൾ റഹിം കുടുംബ ബന്ധത്തിന് അറബി ഭാഷയിൽ റഹിം എന്നാണ് പറയാ, ബന്ധം. ആ റഹ്മ് എന്നുള്ളത് എൻ്റെ പേരിൽ നിന്നുള്ളതാണ്. അപ്പം റഹ്മാൻ അള്ളാഹുവിൻ്റെ പേരാണ്, റഹീം അള്ളാഹുവിൻ്റെ പേരാണ്. ആ പേരുമായി അതിൽ നിന്നുണ്ടായതാണ് റഹ്മ്. അതാണ് ഇഷ്തിഖാഖ് എന്ന് പറഞ്ഞാൽ. റഹിം എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധം. അത് ഉണ്ടായത് ഏതിൽ നിന്നാണ്? അള്ളാഹുവിൻ്റെ റഹ്മാൻ റഹീം എന്ന പേരുകളിൽ നിന്നാണ്. അതാണ് ഇഷ്തഖഖ്തു ലഹാ മിൻ ഇസ്മി, എൻ്റെ പേരിൽ നിന്ന് ഞാൻ അതിന് ഇഷ്തിഖാഖ് നൽകി, ഞാൻ അതിന് ഉണ്ടാക്കി, അതിന് ആ പേര് നൽകി. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ഫമൻ വസ്വലഹ, ആരെങ്കിലും ആ ബന്ധങ്ങളെ ചേർത്തിയാൽ വസൽതുഹു, ഞാൻ അവനോട് ബന്ധം ചേർക്കും. ഒമൻ ഖതഅഹ, ആരെങ്കിലും ആ ബന്ധത്തെ മുറിച്ചാൽ ബതത്തുഹു, ഞാനും അവനുമായുള്ള ബന്ധം അവസാനിപ്പിക്കുമെന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒന്നായ കുടുംബ ബന്ധം, അതിന് അല്ലാഹു തആല നൽകുന്ന മഹത്വമാണ് ഈ ഹദീസിലൂടെ പഠിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ബന്ധങ്ങളെ ചേർക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവകാശങ്ങൾ നൽകുക, അതിൻ്റെ അവകാശങ്ങൾ പൂർണ്ണമായി കൊടുക്കുക. അങ്ങനെ പൂർണ്ണമായി ബന്ധങ്ങളുടെ അവകാശങ്ങൾ ഒരാൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹു അവന് അവൻ്റെതായ പ്രതിഫലം പൂർണ്ണമായി കൊടുക്കും. അതാണ് മൻ വസലഹ വസൽതുഹു, ബന്ധങ്ങളെ ചേർക്കുന്നവനോട് ഞാൻ ബന്ധം ചേർക്കും എന്ന് അള്ളാഹ് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം അവകാശങ്ങളും കടമകളും ബാധ്യതകളും ഉണ്ടോ അതൊരു വ്യക്തി കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് അല്ലാഹു തആല എന്ത് ചെയ്യും? അവൻ്റെ അവകാശങ്ങൾ കൊടുക്കും, അവന് പ്രതിഫലം പൂർത്തിയാക്കി കൊടുക്കും. എന്നാൽ ആ ബന്ധങ്ങൾ ഒരാൾ മുറിച്ചാലോ അവന് അല്ലാഹു തആല പ്രതിഫലം നൽകുകയില്ല, അവന് അള്ളാഹുമായുള്ള ബന്ധം അല്ലാഹു തആല ഏർപ്പെടുത്തും. അപ്പോൾ ഇത്രത്തോളം മഹത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബ ബന്ധത്തിന് നൽകിയിട്ടുണ്ട് എന്നാണ് നമ്മൾ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അള്ളാഹുവിൻ്റെ നാമവുമായി ബന്ധമുള്ള പേരാണ് കുടുംബ ബന്ധത്തിന് പോലും അല്ലാഹു തആല അറബി ഭാഷയിൽ അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. ആ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, അതിനെ ചേർക്കുന്നവരോട് ഞാൻ ബന്ധം ചേർക്കും, അതിനെ മുറിക്കുന്നവരോട് ഞാൻ ബന്ധം മുറിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബന്ധങ്ങൾ ചേർക്കുവാനും അങ്ങനെ കുടുംബത്തിൽ സന്തോഷം നിലനിർത്തുവാനുമുള്ള തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ നാവ് കൊണ്ടോ നമ്മുടെ നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ ഇടപെടൽ കൊണ്ടോ ഒരിക്കലും ഒരു ബന്ധങ്ങളും തകർന്നു പോകാൻ കാരണമായി തീരരുത്. അത് അള്ളാഹുവിൻ്റെ നമ്മളുമായുള്ള ബന്ധം മുറിയുവാൻ അത് കാരണമായി തീരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.